ഇതാണ് സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഇവിടെ നടത്തിയ പരിശോധനയിൽ ജീവനക്കാരുടെ ലീവ് സറണ്ടർ മരവിപ്പിച്ച സർക്കാർ തീരുമാനം അട്ടിമറിക്കുന്നത് പുറത്താവുകയാണ്. സർക്കാർ ഉത്തരവിന് വിരുദ്ധമായി സിമെറ്റിൽ ആർജിത അവധി അഥവാ ലീവ് സറണ്ടർ പണമാക്കി നൽകിയെന്ന ഗുരുതര കണ്ടെത്തലാണ്. സിമെറ്റിലെ ഡയറക്ടർ ഡോക്ടർ സുന്ദരേശന് 2020 നവംബറിൽ ലീവ് സറണ്ടർ ചെയ്ത് പണം കൊടുത്തു. 1,31,210 രൂപ. 2021 മാർച്ചിൽ ലീവ് സറണ്ടർ ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാറിനും 1,485 രൂപ കൊടുത്തു. അതും ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് ലീവ് സറണ്ടർ അനുവദിക്കാൻ വേണ്ട AGയുടെ സ്ലിപ്പില്ലാതെ. സർക്കാർ, സ്വയംഭരണം, പൊതുമേഖലാ ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ഇപ്പോഴില്ലെന്നും ഓർക്കണം. ഇതെല്ലാം ഗുരുതരമായ ചട്ടലംഘനമാണ്. അതെന്തുകൊണ്ടാണെന്നോ, സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് സംസ്ഥാന സർക്കാർ ലീവ് സറണ്ടർ മരവിപ്പിച്ചത്. മുഴുവൻ ജീവനക്കാരിലും നടപ്പാക്കിയ ഉത്തരവാണ് ഇവിടെ അട്ടിമറിച്ചത്. ട്രഷറി വഴിയല്ലാതെ ബാങ്കിലുള്ള തനത് ഫണ്ടിൽ നിന്നാണ് സിമെറ്റ് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ പണം കൊടുക്കുന്നത്. അതായത് ട്രഷറി അറിയാത്ത ശമ്പള വിതരണവും ഇതുപോലുള്ള ലീവ് സറണ്ടർ അട്ടിമറിയും. PFൽ ലയിപ്പിക്കും മുൻപ് ലീവ് സറണ്ടർ ചെയ്ത ജീവനക്കാർക്ക് എല്ലാ വർഷവും 1 മാസത്തെ ശമ്പളം വാങ്ങാമായിരുന്നു. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ 2020 ഏപ്രിലിൽ ഈ പരിപാടി അങ്ങ് മരവിപ്പിച്ചു. ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ 2020 നവംബർ മുതൽ ലീവ് സറണ്ടർ തുക PFൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ കയ്യിൽ കിട്ടില്ല. 11 ദിവസത്തിന് ഒരു ഏൺഡ് ലീവ് കണക്കിൽ 365 ദിവസം 33 ലീവ്. 12 മാസം ജോലി ചെയ്യുമ്പോൾ മാസ ശമ്പളത്തിന് പുറമെ 1 മാസത്തെ ശമ്പളം ലീവ് സറണ്ടറായി കയ്യിൽ വാങ്ങാമായിരുന്നു. അതും ഒരു പിടുത്തവുമില്ലാതെ. 1 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് ലീവ് സറണ്ടർ അത്ര തന്നെ. 1 മാസം ശമ്പളം നൽകാൻ സർക്കാരിന് വേണ്ടത് 6,000 കോടി രൂപയാണ്. ലീവ് സറണ്ടർ PFൽ ലയിപ്പിക്കുമ്പോൾ സർക്കാരിന് സാവകാശം ലഭിക്കുന്നു. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ രഹസ്യമായി ലീവ് സറണ്ടർ അട്ടിമറിക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.